അടിപൊളി സ്വാദ്. മിക്കവാറും ചൈനീസ് പ്രിപ്പറേഷന് ജിഞ്ചർ, ഗാർലിക്, സെലറി, ഓണിയൻ, ഫൈൻ ചോപ്പ് മസ്റ്റാണ്. ഈ ഐറ്റമിലാണ് ഈ സാധനങ്ങളില്ലാണ്ട് ചൈനീസ് പ്രിപ്പറേഷന് ചെയ്യാൻ പറ്റത്തില്ല. ചൈനീസ് ഒരൊറ്റ ഈവൻ സൂപ്പാണെങ്കിൽ കൂടെ ഇതിൽ ഏതെങ്കിലും ചേരുവകളില്ലാണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതും ചോപ്പായിരിക്കണം. നമ്മുടെ ഇന്ത്യൻ പ്രിപ്പറേഷന് പേസ്റ്റ് ആയിരിക്കുമല്ലോ, ഫൈൻ ചോപ്പ്. ഫൈൻ ചോപ്പ് ഓണിയൻ, ഫൈൻ ചോപ്പ് ഗാർലിക്, ഫൈൻ ചോപ്പ് ജിഞ്ചർ, ഫൈനലി ചോപ്പ് സെലറി. ഇപ്പോൾ മാർക്കറ്റിൽ കാരണം എല്ലാ ഷോപ്പിലുള്ളത് ഒരു തണ്ടാണത്. ഇതൊരു ഒരു സ്പൈസ്, ഒരു ഓണിയൻ ഫാമിലിയാണ്. ഓണിയൻ ഫാമിലി, ഓണിയൻ്റെ സ്പ്രിംഗ് ഓണിയൻ, നമ്മുടെ ചെറിയ ഓണിയൻ, അതെല്ലാം ഓണിയൻ ഫാമിലിയാണല്ലോ. അപ്പോൾ അതേപോലെ ഇത് വന്നിട്ട് ഒരു ഓണിയൻ ഫാമിലിയാണ് സെലറി എന്ന് പറയുന്നത്. അപ്പം ഇവ ഫൈൻ ചോപ്പായിട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള സീസണിങ് ആണ്. വളരെ സിമ്പിൾ ചെയ്യാൻ. ഉപ്പ്, കുരുമുളക് പൊടി, പഞ്ചസാര, ചൈനീസിലെ ചേർക്കാറ്, അജിനോമോട്ടോ, യാതൊരു കുഴപ്പമില്ല. ഒരു പബ്ലിസിറ്റിയാണ് അത് ചീത്തയാണെന്നുള്ളത്, യാതൊരു കുഴപ്പമില്ല. ഓയിൽ ചൂടാക്കാം. ഇനി വളരെ ഫാസ്റ്റായിട്ടായിരിക്കും പ്രിപ്പറേഷൻ. കഥ ഇനി വളരെ വേഗത്തിൽ പോവുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുക. ചോപ്ഡ് ഒനിയൻ, ഒരു 2 പോർഷൻ ചെയ്യാൻ ഒരു 10-20 ഈക്വൽ എമൗണ്ട് ഇടാം, അല്ലെങ്കിൽ ഒരു 20 grams ഓഫ് ഒനിയൻ ചോപ്പ് ചെയ്തിട്ട്. ഇതിപ്പോൾ ഒരു സവാള, ഒരു ചെറിയ ഒരു സവാള വേണ്ടി വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഗാർലിക്ക് സോട്ട് ചെയ്യാം. ഇതിൻ്റെ സെലറി അതെ. നേരത്തെ പറഞ്ഞല്ലോ, ഇത് സ്നാക്സ് ഐറ്റമാണിത്. ഇത് ഗ്രേവി ആയിട്ടാക്കാം. ഇതിൽ കുറച്ചുകൂടെ സോസ് കൂടെ ചേർത്തിട്ട് ഗ്രേവി ആയിട്ട് നമുക്കിപ്പോൾ റൈസിന്, സ്റ്റീം റൈസിനോ അല്ലെങ്കിൽ നൂഡിൽസിനോ കൂടെ ഇപ്പം ഇത് ഗ്രേവി ആയിട്ട് കഴിക്കാം. ഇത് നമ്മുടെ ചില സീസണിങ്സ്, ഉപ്പ് ചേർക്കാം, കുരുമുളക് പൊടി, ശകലം അജിനോമോട്ടോ, ഷുഗർ. നമുക്ക് ഒരു കാരണം മിക്കവാറും ചൈനീസ് പ്രിപ്പറേഷൻസിൻ്റെ ഷുഗർ വന്നിട്ട്. അതിനുശേഷം ശകലം ചില്ലി പേസ്റ്റ്. ഇടയിൽ പറയാൻ വിട്ടുപോയി, ചില്ലി പേസ്റ്റ് തുറന്ന് നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, കാശ്മീരി ചില്ലി ചില വിനീഗറിൽ സോക്ക് ചെയ്യുക, എന്നിട്ട് ബോയിൽ ചെയ്യുക. ഹോൾ ചില്ലി, കാശ്മീരി ചില്ലി ബോയിൽ ചെയ്തിട്ട് അതിൽ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിസർവ് ചെയ്യാം, നമുക്ക് സൂക്ഷിക്കാം, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതാണ് ചില്ലി പേസ്റ്റ്. ഇതിൽ ടൊമാറ്റോ സോസ്. ഷെഷ്വാൻ ചില്ലി എന്ന് പറയും. നമ്മുടെ ചില്ലി ഒന്ന് റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്ത് ഷെഷ്വാൻ ചില്ലി.
റോസ്റ്റ് ചെയ്തിട്ടാണോ കൃഷി ചെയ്തിരിക്കുന്നത്? ഷെൽ റോസ്റ്റ് ചെയ്തിട്ട്. അതിൻ്റെ ചെറിയൊരു കൊറിയാണ്ടർ ഫ്ലേവർ ഉണ്ട്. കൊറിയാണ്ടർ ലീഫാണത്. കൊറിയാണ്ടർ ലീഫ് ചോപ്പ് ചെയ്ത് അത് കൂടുതൽ ചേർക്കണം. ബ്രേസ് ചില്ലി ഫിഷ് റെഡി ആയി കഴിഞ്ഞു. എന്തിനോടൊപ്പം കഴിക്കാമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എന്തിനോട് കഴിക്കാല്ലേ? എന്തിനോടൊപ്പം സ്നാക്സ് ആയിട്ട് എങ്കിലും 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 എന്തിനോടായിരിക്കും കൂടുതൽ? നമ്മൾ സ്നാക്സ് എന്നേ പറയുള്ളൂ. അതിനോട് ഏത് അർത്ഥത്തിലും എടുക്കാവുന്നത്. ഈ ചിരിയിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്ന ചിരിയിൽ അത് പറഞ്ഞല്ലോ, കുഴപ്പമില്ല. സാധാരണ അല്ല, നമ്മുടെ കോക്ടെയിൽസ്, ഹോട്ടലിൽ കോക്ടെയിൽ എന്നല്ലേ പറയുന്നത്. കോക്ടെയിൽസിനോടൊപ്പം നമ്മൾ സെർവ് ചെയ്യാറുണ്ട്. Tiamin braised chili fish. Tiamin braised chili fish. Yes, ready ആയി. Tiamin braised chili fish. Thank you. വെൽക്കം. കഴിക്കാം. കഴിക്കട്ടെ. ഇത് കഴിക്കാൻ വേറെന്തോ ഒന്ന് അല്ല, അങ്ങനെ അല്ല, വെറുതെ മോഹിപ്പിച്ചു. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. അത്രേ ഉള്ളൂ. Tiamin braised chili fish. അടിപൊളി. അതെന്താ എരിവുണ്ടല്ലേ? എല്ലാം ഉണ്ട്, എരിവും മധുരവും. ഒരുപക്ഷെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാർക്കും അമ്മമാർക്കൊക്കെ കൊതി വന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ടേസ്റ്റാണ്. അടിപൊളി.